തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ വാശിയേറിയ പോരാട്ടങ്ങളും പ്രചരണങ്ങളും എല്ലാമാണ് നടക്കുന്നത്. ഇപ്പം മറ്റുള്ള പാർട്ടികൾക്കൊപ്പം തന്നെ മത്സര രംഗത്തേക്ക് ഇടപിടിക്കുന്നതാണ് 2020. ഇപ്പം 2020-ക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ആ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയായാണ് വെങ്ങോലയിലെ കൺവീനർ മാത്യു തൊമ്പ്ര നമ്മളോടൊപ്പം ചേരുന്നത്. സർ, സ്വാഗതം. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ 2020-ക്ക് എതിരായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു ഭീഷണിയാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനാധിപത്യത്തെ അതിൻ്റെ പരമോന്നതമായ ബഹുമാനത്തോടെയും മൂല്യത്തോടെയും കാണുന്ന ഒരു പാർട്ടിയാണ് 2020. അതെങ്ങനെയാണ് 2020 അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വാർഡ് തലത്തിൽ 2020-ക്ക് 50 വീടുകൾക്ക് ഒരു ഏരിയ സെക്രട്ടറി എന്ന ലെവലിലും ആ 50 വീടുകളിലെ 10 വീടുകൾ വെച്ച് ഭാഗിച്ച് ഓരോ ഹൈ പവർ കമ്മിറ്റിയും 2020-യുടെ വിഭാവനത്തിലുള്ളതാണ്. ആ ഏരിയ സെക്രട്ടറിക്ക് മുകളിലായിട്ട് 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉണ്ടാവും. അങ്ങനെ ഒരു വാർഡിൽ അങ്ങോളം ഇങ്ങോളം വളരെ ബൃഹത്തായിട്ടൊരു കമ്മിറ്റി സംവിധാനം തന്നെയാണ് 2020-ക്കുള്ളത്. ഈ സംവിധാനത്തിലൂടെയാണ് ഒരു വാർഡ് മെമ്പർ ഈ വാർഡിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫണ്ട് വിനിയോഗങ്ങളും പദ്ധതി നടപ്പാക്കുന്നതും ഇവരുമൊക്കെയായിട്ട് ചർച്ചകളിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020-യിലേക്ക് ഒരു മെമ്പർ ജയിക്കുമ്പോൾ ആ മെമ്പറുടെ പ്രവർത്തനം ആ വാർഡിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള ജനങ്ങളുടെ ഇടപെടലോട് കൂടിയായിരിക്കും നടത്തപ്പെടുന്നത്. അതല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. മറ്റ് പാർട്ടി സംവിധാനങ്ങളിൽ തികച്ചും നമുക്കറിയാം, ഒരു മെമ്പർ ജയിച്ചാൽ ആ മെമ്പർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏകാധിപത്യ പ്രവണത എല്ലാ വാർഡുകളിലും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. കാരണം ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയും ആ വ്യക്തിയോട് മറ്റുള്ളവരുടെ പെരുമാറ്റ രീതിയൊക്കെ മുഖവിലക്കെടുത്തിട്ടായിരിക്കും ആ വ്യക്തി പെരുമാറുക. അത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് 2020 ജനാധിപത്യപരമായി ഇതിൽ ഉറച്ചു നിന്നുകൊണ്ടും ജനാധിപത്യത്തെ വളരെ മൂല്യത്തോടെ കണ്ടുകൊണ്ടും പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാനുള്ളത്. ഇപ്പം അടുത്തിടെയായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരിക്കുന്നത് 2020 ഫണ്ടുകളൊന്നും വിനിയോഗിച്ചിട്ടില്ല, ഫണ്ടുകളെല്ലാം നീക്കി ബാക്കിയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ജനങ്ങളിൽ ഈ പറയുന്ന സംശയങ്ങളും മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒക്കെ പെട്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയേറും. കാരണം ഈ നാളിതുവരെ ഒരു പഞ്ചായത്ത് ഭരിച്ച് ആ പഞ്ചായത്തിൽ കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഒരു ഫണ്ട് ബാലൻസ് ഇന്നവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ 2020-ക്ക് ബാധ്യതയുണ്ട് എന്ന് നന്നായി ബോധ്യമുണ്ട്. നമുക്കൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ എന്തെല്ലാം ചിലവുകളാണ് ഈ മറ്റു പഞ്ചായത്തുകളിലും മറ്റും ഭരിക്കുമ്പോൾ വരുന്നത്, ഇതുവരെ വന്നുകൊണ്ടിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, നമ്മളൊരു പദ്ധതിക്ക് ഉദ്ഘാടനം നടത്തും. തുടങ്ങുമ്പോൾ ഈ പദ്ധതി അവസാനിക്കുമ്പോൾ ഒരു ഉദ്ഘാടനം നടത്തും. ഇത്തരം ഉദ്ഘാടനങ്ങളിലേക്ക് ഈ പദ്ധതി വിഹിതത്തിൽ നിന്ന് തന്നെയാണ് ഒരു 10% ഫണ്ട് അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, ഈ പൊതുവെ നാട്ടിലറിയാം, ഒരു പദ്ധതിയുടെ ഒരു 30% വാർഡ് മെമ്പർ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ പാർട്ടി ഏത് പാർട്ടിയുടെ ആണോ വാർഡിൽ ഭരിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ, ഇവരിലേക്കൊക്കെ ഒഴുകിപ്പോകുന്ന ഒരു കമ്മീഷൻ വ്യവസ്ഥിതി ഈ രാജ്യത്തെമ്പാടും നിലനിൽക്കുന്നുണ്ട്. ഈ കമ്മീഷൻ ഏകദേശം ഒരു 30% വരും. ഈ 30%വും ഞാൻ ആദ്യം പറഞ്ഞ 10% കൂട്ടി 40% എങ്കിലും ഇതിനകത്ത് പദ്ധതി വിഹിതത്തിന് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ അനാവത്തായി പോവുകയാണ്. അതിനൊരു അഴിമതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാലൻസ് പൈസ കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാകുന്നത്.
ഈ പദ്ധതി അങ്ങനെ നടപ്പാകുമ്പോൾ അതിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ലായ്മ വരുന്നു. അങ്ങനെ ക്വാളിറ്റി ഇല്ലായ്മ വരുമ്പോൾ പിന്നീട് വീണ്ടും ആ പദ്ധതിയിൽ മെയിൻ്റനൻസ് പോലെയുള്ള എക്സ്പെൻസുകൾ ഇവർക്ക് വരും. പക്ഷേ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള പാഴ്ചെലവുകളൊന്നും ആഡംബരങ്ങളൊന്നും 2020യുടെ നയമല്ല. 2020 ആ ഫണ്ട് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് ആ പദ്ധതിയിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ആ പദ്ധതി വളരെ ക്വാളിറ്റി ഉള്ളതായിട്ട് വരുന്നു. ഈ കൃത്യമായ ക്വാളിറ്റിയോടുകൂടി പൂർണ്ണമായും ഫണ്ട് വിനിയോഗിച്ച് കൃത്യമായ ക്വാളിറ്റിയോടുകൂടി 2020 ആ പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ ആ പദ്ധതിക്ക് പിന്നീട് മെയിൻ്റനൻസ് കുറവേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസ് കുറവ് വരുമ്പോൾ അത്തരം അധിക ചെലവുകൾ വരുന്നത് മിച്ചമായി വരുന്നു. 180ഓളം പദ്ധതി ഹെഡുകളാണ് ഇന്ന് പഞ്ചായത്തുകളിലൊക്കെ ഉള്ളത്. ഏകദേശം ഈ 180ഓളം പദ്ധതി ഹെഡുകളുള്ളതിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ളത് ആവശ്യമുള്ള പദ്ധതികൾ 20ഓ 25ഓ പദ്ധതികൾ മാത്രമാണ്. 2020 ഇത്തരം പ്രയോജനപ്രദമായ പദ്ധതികൾ മാത്രമാണ് ഏറ്റെടുത്ത് പ്രാവർത്തികമാകുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന പദ്ധതികളിലേക്ക് അനാവശ്യമായി ചിലവായി പോകുന്ന ഫണ്ടും 2020 സംബന്ധിച്ച് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ച് ബാലൻസ് വരും. അത് പദ്ധതി നടപ്പാക്കാതെ ലാപ്സാക്കി എന്നുള്ളൊരു വ്യാജന പ്രചരിപ്പിക്കുന്നത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ജനങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമായി വരിക എന്നത് ഒരു ഭരണം ഏൽപ്പിക്കുന്ന ഒരു സംവിധാനത്തിന് ആ ഭരണകർത്താക്കളുടെ കടമയാണ്. അപ്പോൾ അത്തരം വിവേക ബുദ്ധിയോടുകൂടിയാണ് നിലവിൽ 2020 ജനങ്ങളിലേക്ക് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളോ മറ്റൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇതുപോലെ ബാലൻസ് വരുന്ന തുക 2020 ആ പഞ്ചായത്തിൽ തന്നെ നിലനിർത്തുന്നു. ആ പഞ്ചായത്തിൽ നിലനിർത്തുന്ന പൈസ നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണമാണ്. ഓരോ അധ്വാനിക്കുന്നതിൻ്റെയും വിയർപ്പിൻ്റെ പൈസയാണ് നിലവിൽ ആ പൈസ. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ പ്രയോജനപ്രദമായിട്ടുള്ള പുതിയ പദ്ധതികൾ അതിൻ്റെ നിയമസാധ്യതകൾക്കനുസരിച്ച് അത് തേടി ആ നിയമസാധ്യത തേടി അത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് 2020യുടെ നയം. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് 2020 മറ്റ് പാർട്ടികളുടെ ആരോപണത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 2020 ഒരു ജനാധിപത്യത്തെ, ഇന്ന് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമായി മാറുകയാണ്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. അതിന് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയുള്ള 2020 ഇപ്പോൾ നമുക്കറിയാം, വാർഡ്, ബ്ലോക്ക്, ജില്ലാ സ്ഥാനാർത്ഥികളെ മാങ്ങ അടയാളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് വരെ മറയ്ക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ വളരെ ശക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം കൂടിയാണ് ഓരോ ജനതയും ചെയ്യുന്നത്. ആ കർമ്മം കൃത്യമായിട്ടും വിവേകത്തോടും കൂടി ജനങ്ങൾ ഏറ്റെടുക്കണം, അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആരോപണങ്ങളെല്ലാം അതിജീവിച്ച് മത്സര രംഗത്ത് ചുവടുറപ്പിച്ച് മുന്നോട്ട് തന്നെ വികസന പ്രവർത്തനങ്ങളുമായി പോകുമെന്ന് തന്നെയാണ് ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയായി മാത്യു തോമ്പ്ര പറഞ്ഞത്. ഏതായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിലും ജനങ്ങളുടെ സംശയങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അതിനെല്ലാം മറുപടി തന്നതിലും വളരെയധികം നന്ദി. നമസ്കാരം.